യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിൽ വിശുദ്ധന്മാരായ എല്ലാവർക്കും വന്ദനം. വീണ്ടും കറയില്ലാത്ത പതിരില്ലാത്ത ദൈവത്തിൻ്റെ വചനവുമായി നിങ്ങളുടെ മുൻപാകെ വരുവാൻ ദൈവം കൃപ തന്നതോർത്ത് സ്തോത്രം. G2R പ്ലാറ്റ്ഫോമിൽ ദൈവവചനം ശ്രവിപ്പാൻ നമുക്കേവർക്കും ഭാഗ്യം നൽകിയിരിക്കുന്നു. ഇത് വായിപ്പാനും ശുശ്രൂഷിപ്പാനും എന്നെയും യോഗ്യനാക്കിയ ദൈവത്തെ നന്ദിയോടുകൂടെ സ്തോത്രം ചെയ്തുകൊണ്ട് പത്രോസ് എഴുതിയ 1 ലേഖനം 2 അധ്യായത്തിൻ്റെ 9-10 വാക്യങ്ങളിൽ രാജകീയ പുരോഹിതവർഗം എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി അതിൽ നിന്നുകൊണ്ട് നമുക്ക് ദൈവത്തിൻ്റെ വചനം ശ്രദ്ധയോടുകൂടെ ശ്രവിക്കാം. ആരെതിർക്കുന്നു, ആരെ അനുകൂലമാക്കുന്നു എന്നുള്ള വിഷയം അല്ല ഇവിടെ. വിഷയം ദൈവത്തെ പ്രസാദിപ്പിക്കുക. ആത്മീയഗോളത്തിൽ നുഴഞ്ഞു കയറിയിരിക്കുന്ന കള്ളപ്രവാചകന്മാരും അവരുടെ പ്രവചനങ്ങളും അവരുടെ ലക്ഷ്യങ്ങളും അവരുടെ ലക്ഷണങ്ങളും ഇത്യാദി വിഷയങ്ങളെക്കുറിച്ചാണ് ചില ദിവസങ്ങളായി നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ കള്ളപ്രവാചകന്മാരുടെ വിഷയത്തെക്കുറിച്ച് തിരുവചനത്തിൽ അപ്പസ്തലനായ പൗലോസ് വിശ്വാസികളെ വിശുദ്ധിയിലും ഉപദേശത്തിലും ഉറപ്പിക്കുമ്പോൾ, ദൈവപുത്രനായ ക്രിസ്തു അതിനാധാരമായി ദൈവവചനം തന്നിരിക്കുമ്പോൾ, അപ്പസ്തല പ്രവർത്തികളിൽ അതിൻ്റെ ആധാരമായ പ്രവൃത്തി വിശേഷത എങ്ങനെ വളർന്നു എന്നുള്ളത് വെളിപ്പെടുത്തുമ്പോൾ, ദൈവദാസനാകുന്ന പത്രോസ് തൻ്റെ സമകാലിക സഭയിലും ദൈവസഭയുടെ ഉൽപ്രാപണവും അതിനുശേഷവും നടക്കേണ്ട വിഷയങ്ങളെക്കുറിച്ച് വിശ്വാസികൾക്ക് ബോധ്യം വരുത്തി എഴുതിയ ലേഖനങ്ങളിൽ കള്ളപ്രവാചകന്മാരെക്കുറിച്ചും എഴുതി. അവരെക്കുറിച്ച് അപ്പസ്തല പ്രവൃത്തി 20 അധ്യായത്തിൽ പൗലോസും എഴുതിയല്ലോ. പത്രോസ് ഇവിടെ കുറച്ചുകൂടെ ആഴമായി എഴുതുകയാണ്. കള്ളപ്രവാചകന്മാരുടെ ആധാരം കള്ളപ്രവാചകനായ പിശാചിൻ്റെ തൃത്വത്തിലെ മൂന്നാമനാണ്. അവർക്ക് ആധാരമായവരെ സഹായിക്കുന്നത് മൃഗവും, ആ മൃഗത്തെ ഈ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നത് മഹാസർപ്പവുമാണ്. പൗലോസിനൊരു ഭയമുണ്ടായിരുന്നു കൊരിന്തിലെ വിശ്വാസികളെക്കുറിച്ച്. അത് തൻ്റെ 2 ലേഖനം 12 അധ്യായത്തിൽ വളരെ വ്യക്തമായി എഴുതി. നിങ്ങളെക്കുറിച്ച് എനിക്ക് ഭയമാണ്. നിങ്ങൾ ക്രിസ്തുവിലുള്ള ഏകാഗ്രത വിട്ട് നിങ്ങളെ ഞാൻ ക്രിസ്തു എന്ന ഏകപുരുഷൻ നിർമ്മല കന്യകയായി, പാർത്തീന എന്ന പദമാണ് കൊടുത്തിരിക്കുന്നത്. പാർത്തീന, ഏകാഗ്രതയോടുകൂടെ നിൽക്കുന്ന നിങ്ങൾ ഈ പിശാചിൻ്റെ വഞ്ചനയിൽ പെട്ടുപോകുമോ എന്ന് ഭയമാണെന്ന്. പത്രോസ് ആ ഉപദേശത്തിൽ തന്നെ നിന്നുകൊണ്ടാണ് നാം കഴിഞ്ഞ ലക്കത്തിൽ ചിന്തിച്ചു നിർത്തിയ വിഷയം തുടരുന്നത്. ഇവരെയൊക്കെ ഈ പാപത്തിലേക്കും അഹങ്കാരത്തിലേക്കും നടത്തുന്നത് പിശാചാണ്. പിശാചിൻ്റെ 2ാമത്തെ വ്യക്തിത്വമാകുന്ന മൃഗമാണ്. ഇത് മൂന്നും കൂടെ ഒന്നിച്ചുള്ളൊരു സമ്മേളനമാണ്. വെളിപ്പാട് പുസ്തകം 13 അധ്യായം നോക്കിയാൽ അവിടെ കാണാം. ദൈവപുത്രനായ ക്രിസ്തു തൻ്റെ ശുശ്രൂഷകൾക്ക് വേണ്ടി ഈ ലോകത്തിൽ ജഡാവതാരം ചെയ്തപ്പോൾ പിതാവായ ദൈവം ലൂക്കോസ് 4, മത്തായി 4 എന്നീ അധ്യായങ്ങളിൽ കാണുന്നത് പോലെ അധികാരപ്പെടുത്തി അയച്ചതുപോലെ 13 അധ്യായത്തിൽ മഹാസർപ്പം തൻ്റെ സകല അധികാരവും മൃഗത്തിന് കൊടുക്കുന്നു. മൃഗം ചെയ്ത ശുശ്രൂഷകൾക്ക് ഉപോത്ബലമായി കൂടെ നിന്ന് പ്രവർത്തിക്കുന്ന കള്ളപ്രവാചകനും അവർക്ക് വരേണ്ട കഠിനമായ ശിക്ഷയ്ക്ക് ഉദാഹരണം എങ്ങനെയായിരിക്കുമെന്നാണ് പത്രോസ് തൻ്റെ 2 ലേഖനം 2 അധ്യായത്തിന് 4 വാക്യം തൊട്ട് എഴുതിയിരിക്കുന്നത്. 1, പാപം ചെയ്ത ദൂതന്മാർ. പാപം എന്നുള്ളതിന് മൂലഭാഷയിൽ ഹമാർഷ്യ എന്നാണ് എഴുതിയിരിക്കുന്നത്. ഹമാർഷ്യ HAMARTIA. ഹമാർഷ്യ എന്ന പദത്തിന് ലക്ഷ്യം തെറ്റുക, ട്രാക്ക് മാറുക. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? എത്തേണ്ടിടത്ത് എത്താതെ, എത്തരുതാത്തിടത്ത് നിപതിക്കുന്നു. ദൂതന്മാരെ ദൈവമാണ് സൃഷ്ടിച്ചത്. എന്തിനാണ് സൃഷ്ടിച്ചത് എന്ന് തിരുവചനത്തിലൂടെ നീളം എഴുതിയിട്ടുണ്ട്. ഇതിൽ ഒരു വിഭാഗം ദൂതന്മാരെ ദൈവം പത്രോസിന്റെ 2 ലേഖനം 2 4 വാക്യത്തിൽ എഴുതി പാപം ചെയ്തു. അവരെക്കുറിച്ച് എന്താണ് എഴുതിയിരിക്കുന്നത്? അവരുടെ പാപം. ഈ ദൂതന്മാരുടെ കൂട്ടത്തിൽ 2 വിധ ദൂതന്മാരുണ്ട്. അത് പഠിക്കണം, അത് പഠിപ്പിക്കണം. അവയിൽ 1 നിഗളിച്ച ദൂതനും അവൻ്റെ സംഘവും, അഥവാ പിശാചും അവൻ്റെ കൂട്ടരുമായവർ. പിശാചിന് വന്ന തെറ്റെന്താണ്? തിമോഥെയോസിൻ്റെ 1 ലേഖനം 3 അധ്യായം 6 വാക്യത്തിൽ അധ്യക്ഷന്മാരുടെ യോഗ്യതകൾ വിശുദ്ധ പൗലോസ് ഒന്നിട്ട് താഴോട്ട് വിവരിക്കുമ്പോൾ, പിശാചിന് വന്ന ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിപ്പാൻ, നിഗളത്താൽ വന്ന പിശാചിന് വന്ന ശിക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ നിഗളിക്കുന്ന ശുശ്രൂഷകന്മാരെ അരുത്.
ഇന്ന് ആത്മീയകോളത്തിൽ എത്ര പേരാണ് ഈ നിഗളിച്ച് നടക്കുന്നതെന്നറിയാമോ? കഴുത്ത് നീട്ടിക്കൊണ്ട് 4 പ്രസംഗം പ്രസംഗിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ സാധാരണക്കാരല്ല. അവരേതാണ്ട് ചന്ദ്രനിൽ നിന്നിങ്ങോട്ട് ദൈവം പ്രത്യേക ദൂത് കൊടുത്ത് അയച്ചവരാണ്. പാവപ്പെട്ട ശുശ്രൂഷന്മാരെ മാനിക്കയില്ല, അങ്ങോട്ട് മാറി നീങ്ങി ഇങ്ങോട്ട് മാറി നിൽക്കുന്നൊക്കെ പറയുന്ന നിഗളികളുണ്ടല്ലോ ആത്മീയ കോളത്തിൽ. അവരിൽ വ്യാപരിക്കുന്ന താഴ്മയുടെ ആത്മാവല്ല. ഇവരാരാണ്? അനവധി വാദപ്രതിവാദങ്ങളിലുള്ള ഒരു വിഷയമാണ് ഇത്. എന്നാലും ദൈവാത്മാവ് തിരുവചനത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്ന സത്യങ്ങൾ നിങ്ങളുടെ മുൻപാകെ പറയട്ടെ. ദൈവ സൃഷ്ടിയിലുള്ള ദൂതഗണങ്ങൾ ആരൊക്കെയാണ് നോക്കുക. 1, അരുണോദയ പുത്രൻ എന്ന ദൂതനും ദൂതഗണങ്ങളും. അരുണോദയ പുത്രൻ എന്നാൽ ഉദയനക്ഷത്രത്തിന്റെ പുത്രൻ, സൺ ഓഫ് ഹുയിയോസ്, HUIOS, അഥവാ ദൈവപുത്രനാൽ സൃഷ്ടിക്കപ്പെട്ട സൃഷ്ടി എന്നർത്ഥം. യെശയ്യാ പ്രവചനം 14-ാം അധ്യായത്തിന്റെ 12 മുതൽ 16, യെഹെസ്കേൽ പ്രവചനം 28-ാം അധ്യായം 12 മുതൽ 19 വരെയുള്ള വാക്യങ്ങളും വായിച്ചാൽ മതി. സൺ ഓഫ് ദ മോർണിംഗ് സ്റ്റാർ. മോർണിംഗ് സ്റ്റാർ ക്രിസ്തുവ. സൺ എന്ന് പറഞ്ഞാൽ സൃഷ്ടി എന്നാണ് അർത്ഥം. ക്രിസ്തുവിനാൽ സൃഷ്ടിക്കപ്പെട്ടവൻ എന്നർത്ഥം. കാരണം യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ താഴോട്ട് ഉളവായതൊന്നും, ദൂതന്മാരും ഉളവാക്കപ്പെട്ടവരല്ലേ, ഉളവായതൊന്നും അവനാലെ അല്ലാതെ ഉളവായതല്ല എന്ന് പറഞ്ഞാൽ ദൈവപുത്രനാലെ അല്ലാതെ ഉളവായതല്ല. അതുകൊണ്ടാണ് ഉളവാക്കപ്പെട്ട സകലത്തിൻ്റെയും അധികാരിയും അവകാശിയും ന്യായാധിപനുമായി ദൈവം പുത്രനെ ആക്കിയിരിക്കുന്നത്. അപ്പോൾ അരുണോദയപുത്രൻ എന്ന പദത്തിന്റെ അർത്ഥം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. സൺ ഓഫ് ഹുയിയോസ്, വെളിച്ചത്തിന്റെ പുത്രൻ. ഹുയിയോസ് എന്ന പദത്തിന് വെളിച്ചമെന്നാണ് അർത്ഥം യവന ഭാഷയിൽ. ദൈവപുത്രനാണ് ഈ ദൂതന്മാരെ സൃഷ്ടിച്ചത്. പിശാചായി സൃഷ്ടിച്ചതല്ല, ദൂതനായി തന്നെ സൃഷ്ടിച്ചതാണ്. താഴോട്ട് നമ്മൾ പഠിക്കാം. സർവശക്തനും സ്രഷ്ടാവുമായ അത്യുന്നത ദൈവം തന്റെ പുത്രൻ എന്ന വചനം, വേർഡ്, ലോഗോസ് മുഖാന്തരം സൃഷ്ടിച്ച പ്രധാന സൃഷ്ടിയായ ദൂതൻ ആയിരുന്നു ലൂസിഫർ. അവന് കൊടുത്ത പേരാണ് ഉദയനക്ഷത്രത്തിന്റെ പുത്രൻ എന്ന ലൂസിഫർ എന്ന പേര്. പുത്രൻ എന്നുള്ളതിന് ഇംഗ്ലീഷ് ഭാഷയിൽ സൺ എന്നും. ദൈവവചനം പഠിക്കേണ്ടതുപോലെ പഠിച്ചാൽ സംശയം ഹൃദയത്തിൽ നിന്ന് മാറും. ലൂസിഫർ, സൺ ഓഫ് ദ മോർണിംഗ് സ്റ്റാർ എന്ന നാമം കൊടുത്തിരിക്കുന്നത്. ലൂസിഫർ എന്ന പദത്തിന് വെളിച്ചത്തിന്റെ നക്ഷത്രം എന്നാകുന്നു അർത്ഥം. വായിച്ചാട്ട് പത്രോസിന്റെ 2-ാമത്തെ ലേഖനം 1-ാം അധ്യായം 19-ാമത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട് ദൈവപുത്രൻ വെളിച്ചമാണെന്ന്. ആകയാൽ ഇവൻ ദൈവപുത്രന്റെ സൃഷ്ടികളിൽ പെട്ടവൻ ആകയാൽ അത്രേ സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ ഉണ്ടാക്കിയെന്നും. എബ്രായർ 1:2-3 വാക്യങ്ങൾ. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അവൻ അഥവാ വചനം, വേർഡ്, ലോഗോസ് ദൈവത്തോടുകൂടെ ഇരുന്ന് സകലത്തെയും, അതായത് ദൃശ്യവും അദൃശ്യവുമായ സകലത്തെയും, പ്രപഞ്ചത്തിലുള്ള സകലത്തെയും അവൻ മുഖാന്തരം ഉളവാക്കി. ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. യോഹന്നാൻ 1-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ ഒരു പക്ഷെങ്കിൽ ആവർത്തന വിരക്തി തോന്നരുത്, ദയവ് ചെയ്ത്. കാരണം വിഷയം വ്യക്തമാക്കേണ്ടതിനു വേണ്ടിയാണ് ചില കാര്യങ്ങൾ ആവർത്തിക്കുന്നത്. സകലത്തെയും സൃഷ്ടിച്ച ശേഷം ദൈവം അങ്ങകലെ ആകാശസീമകൾക്കപ്പുറത്ത് അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ മനുഷ്യൻ കാണാത്തവനും കാണാൻ കഴിയാത്തതുമായ അനധിവിദൂരതയിലുള്ള സ്വർഗസിംഹാസനത്തിന് താഴെയുള്ള ദൈവത്തിന്റെ തോട്ടത്തിൽ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരിക്കുന്ന ഏദേൻ എന്നിടത്ത് നിയോഗിച്ചാക്കി. ഈ ദൈവസിംഹാസനത്തെയും മധ്യാകാശം എന്ന് നമ്മൾ തിരുവചനത്തിൽ എഴുതിപ്പാടുകയും പാടുകയും ചെയ്യുന്ന സ്ഥലത്തെയും ലോകത്തിലെ ഏത് യന്ത്ര സാമഗ്രികളും അതുപോലെ ടെലസ്കോപ്പ് ആദിയായി വെച്ച് നോക്കിയാൽ കാണുവാൻ കഴിയാത്ത വിദൂരതയിലാണ് നിർമ്മിച്ചാക്കിയിരിക്കുന്നത്. അല്ലെങ്കിൽ ഇവിടുത്തുകാരൊക്കെ കണ്ടേച്ച്
ആ വിഷയങ്ങൾ വെളിപ്പെടുത്തുമായിരുന്നു. യെശയ്യാ പ്രവചനം 14 അധ്യായം 12 മുതൽ 17, യെഹെസ്കേൽ പ്രവചനം 28 13 വാക്യം. ഇവനെ മാത്രമല്ല, ഇവനോടുകൂടെ സഹായികളായി എണ്ണമറ്റ ദൂതഗണങ്ങളെയും നിയോഗിച്ചു. ആരെ? ലൂസിഫറിനെയും 1000 ദൂതഗണങ്ങളെയും സ്വർഗസിംഹാസനത്തിന് താഴെ ഒരു പ്രത്യേക സ്ഥലം തോട്ടത്തിന് തുല്യമായി ഉണ്ടാക്കി അവിടെ നിയോഗിച്ചു. ഇവൻ ദൈവസൃഷ്ടിയുടെ പ്രഥമ ദൃഷ്ടി ആയിരുന്നു. ഇവന്റെ നിയോഗം, രൂപം, ആകൃതി, സൗന്ദര്യം, കടമകൾ, ചുമതലകൾ ആദിയായവ എന്തൊക്കെയായിരുന്നു എന്ന് കാണുക. ലൂസിഫറിന്റെ നിയോഗം, രൂപം, ആകൃതി, സൗന്ദര്യം, ചുമതലകൾ, കടമകൾ എന്തൊക്കെയായിരുന്നു കാണുക. 28 അധ്യായം യെഹെസ്കേൽ പ്രവചനം 12 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ. ഇവൻ നിഗളത്താൽ ഉളവാകുന്ന വീഴ്ചകൾക്ക് മാതൃകാമുദ്ര. നിഗളരുത് കേട്ടോ ആരും. തന്നതല്ലാതെ എന്തുണ്ട്? നിറമാകട്ടെ, ഉയരമാകട്ടെ, ശക്തിയാകട്ടെ, ആകർഷകമായ സൗന്ദര്യമാകട്ടെ, എല്ലാം ദൈവം തന്നതല്ലേ. സ്തോത്രം. അമ്മയുടെ ഉദരത്തിൽ നിങ്ങളെപ്പോലെ ഉരുവായ പലരും ആകൃതിയിലും പ്രകൃതിയിലും വികൃതമായി ജനിച്ചപ്പോൾ, അംഗവൈകല്യമുള്ളവരായി ജനിച്ചപ്പോൾ, ബുദ്ധിമാന്ദ്യമുള്ളവരായി ജനിച്ചപ്പോൾ, അവയൊന്നും ഏൽക്കാതെ നിങ്ങളെ പുറത്തു കൊണ്ടുവന്നത് അമ്മയുടെയും അപ്പന്റെയും കഴിവല്ല, ദൈവം തമ്പുരാന്റെ അദൃശ്യമായ കഴിവും കൃപയും കൊണ്ട് മാത്രമാകുന്നു. ഇവൻ ജ്ഞാനസമ്പൂർണനായിരുന്നു. ഒരു IQ ടെസ്റ്റ് ഇട്ടാൽ അവൻ നേടുന്നത്രയും മാർക്ക് ആർക്കും വാങ്ങുവാൻ കഴിയാതെ വണ്ണം അവൻ ജ്ഞാനസമ്പൂർണനായിരുന്നു. വാക്യം 12 യെഹെസ്കേൽ പ്രവചനത്തിൽ നിന്നാണ് പറയുന്നത്. അവൻ സൗന്ദര്യ സമ്പൂർണനായിരുന്നു. നോക്കിയാൽ കണ്ണു മാറ്റാത്തവണ്ണം അവന്റെ സൗന്ദര്യത്തെ ആസ്വദിക്കത്തക്ക സൗന്ദര്യമുള്ളവനായിരുന്നു. ഏതെങ്കിലും ജാതീയ ദൈവങ്ങൾ കണ്ടാൽ വികൃതിയുള്ള പടങ്ങൾ ഉള്ളവരാരെങ്കിലും ഉണ്ടോ? എല്ലാം സൗന്ദര്യ സമ്പൂർണരല്ലേ? അവനെ ദൈവം എവിടെയാക്കി? ദൈവത്തിന്റെ തോട്ടമായി ഏദനിലാക്കിയിരുന്നു. ഇവൻ സ്വയമായി ഉണ്ടാക്കിയ ഒരു വകുപ്പുമില്ല, ദൈവം ഉണ്ടാക്കിയതാണ്. എന്നെ കേൾക്കുന്നവർ മനസ്സിലാക്കണം. നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങളുടെ തോട്ടമാകട്ടെ, വീടാകട്ടെ, സ്ഥാനമാകട്ടെ, മഹിമയാകട്ടെ, എല്ലാം ദൈവം ഉണ്ടാക്കി തന്നതല്ലേ. വാക്യം 13. അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ് സമകാലികരിൽ ഏറ്റവും ജ്ഞാനിയും വാഗ്മിയും ആയിരുന്നവൻ. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 4-ാം അധ്യായത്തിൽ വളരെ വ്യക്തമായി എഴുതി. അന്നത്തെ പട്ടണങ്ങളിൽ ഏറ്റവും പ്രസിദ്ധമായ പട്ടണം കൊരിന്തായിരുന്നു. അവിടെ ധനസമ്പന്നന്മാരുണ്ടായിരുന്നു. അവരെയൊക്കെ നോക്കി പറഞ്ഞത് തന്നെയും കൂടെ ഉൾപ്പെടുത്തിയാണ്. 9 വിധ രത്നങ്ങളാൽ അവന്റെ ശരീരം മൂടപ്പെട്ടിരുന്നു. 13-ാമത്തെ വാക്യം എന്തെല്ലാമായി എഴുതിയിരിക്കുന്നത്. അവന്റെ ജീവിതത്തിൽ അവനിൽ തമ്പുരാൻ നിക്ഷിപ്തം ആക്കി വെച്ചത് 9 വിധ രത്നങ്ങൾ. 13-ാമത്തെ വാക്യം ഞാൻ വായിക്കാം. താമ്രമണി, പീതരത്നം, വജ്രം, പുഷ്പരാഗം, ഗോമേതകം, സൂര്യകാന്തം, നീലക്കല്ല്, മാണിക്യം, മരതകം മുതലായവ. എന്നെ കേൾക്കുന്ന ധനം ഉള്ളവരോട് ചോദിക്കട്ടെ, നിങ്ങളുടെ മക്കൾക്ക് വിവാഹ സന്ദർഭത്തിൽ എത്ര വിധത്തിലുള്ള രത്നങ്ങളുള്ള മാലകളും കിരീടങ്ങളുമാണ് കൊടുക്കുന്നത്? ലോകത്തിൽ ഈ 9 വിധ രത്നങ്ങളാലും അലങ്കരിക്കപ്പെട്ട കിരീടങ്ങൾ ധരിച്ച രാജാക്കന്മാർ എത്ര പേരുണ്ടായിരുന്നു? ഇതൊക്കെ എൻ്റെ ധനമഹാത്മ്യത്താൽ ഞാൻ ഉണ്ടാക്കിയ മഹദിയാം ബാബിലോൺ എന്ന് പറഞ്ഞ ഒരു രാജാവിനെ കുറിച്ച് തിരുവചനത്തിൽ കാണുവാൻ കഴിയും. ദാനിയേൽ പ്രവചനം 4-ാമത്തെ അധ്യായത്തിൽ. അവന്റെ ബുദ്ധി മന്ദീഭവിച്ചു പോയി. മനുഷ്യൻ പാർക്കുന്നിടത്തു നിന്ന് അവൻ വനാതുല്യമായ ഭാഗത്തിലേക്ക് താമസം മാറി. നോക്കണം, ഇവനേതേ 9 വിധ രത്നങ്ങളാൽ മൂടി പൊതിഞ്ഞ് ആക്കി.
അടുത്ത് നോക്കുക, ഇവന്റെ ചിറകുകളുടെ തൂവലുകളിൽ, ടാബ്രറ്റ് എന്ന പദമാണ് കൊടുത്തിരിക്കുന്നത്. പൈപ്പ് എന്നും എഴുതിയിരിക്കുന്നതിന്റെ അർത്ഥം ചിറക് വിടർത്തി മറയ്ക്കുന്ന കെരൂവായിരുന്നു ഇവൻ. ഓരോ നിമിഷത്തിലും ചിറകുകൾ വിടർത്തുമ്പോൾ അതിൽ നിന്ന് സംഗീതത്തിന്റെ സ്വരഭേദങ്ങൾ നൽകുന്ന കുഴലുകൾ പൊന്നുകൊണ്ടുള്ളതായിരുന്നു, ഗോൾഡൻ ടാബ്രറ്റ്സ്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ലോകത്തിൽ ഏത് സംഗീത വിദ്വാൻമാർക്കും വിദഗ്ധന്മാർക്കും പൊന്നുകൊണ്ടുള്ള പൈപ്പുള്ള സംഗീത കരുവികളുണ്ട്. ഇവൻ അങ്ങനെയുള്ളവനായിരുന്നു, ദൈവം ഉണ്ടാക്കി വെച്ചതാണ്. ഇവൻ ചിറക് വിടർത്തു മറയ്ക്കുന്ന വിധത്തിലുള്ള കെരൂബായിരുന്നു. കെരൂബ് എന്ന് പറഞ്ഞാൽ ശക്തനായിരുന്നു. 14-ാമത്തെ വാക്യം, എന്നിട്ട് ദൈവം ഇവനെ വിശുദ്ധ ദേവപർവ്വതത്തിൽ ഇരുത്തി. വിശുദ്ധന്മാരെ, ദൈവം നമ്മളെ ആക്കിയിരിക്കുന്ന വിശുദ്ധ ദേവപർവ്വതത്തിലാണ്. കാരണം വിളിച്ചത് പരിശുദ്ധൻ, വിളിച്ചിരിക്കുന്നത് വിശുദ്ധ വിളിയാൽ. വിശുദ്ധിയിൽ ജീവിക്കണം. എങ്ങനെ ജീവിക്കണം? പത്രോസ് എഴുതി, ദൈവം വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കണം, അഹങ്കരിക്കരുത്. 14-ാമത്തെ വാക്യം. അടുത്തത്, ഇവൻ അഗ്നിമയ രഥങ്ങൾക്ക് തുല്യരായ ദൂതഗണങ്ങളുടെ നടുവിൽ സഞ്ചരിച്ചു വന്നു. പ്രോട്ടോകോൾ. തേനീച്ചക്കൂട്ടിന്റെ അവസ്ഥയിൽ ഒരുവൻ കല്ലെടുത്തെറിഞ്ഞാൽ ഈച്ചകൾ ഒന്ന് ഇല്ലാതെ അഴപടലം അവിടെ നിന്ന് പറന്നു മാറും. മാറുമ്പോൾ മടിയനീച്ചയും പെണ്ണീച്ചയും പറന്നു പോകണം എങ്കിൽ റാണി ഈച്ചയും പോകണം. റാണി ഈച്ചയെ നടുവിൽ നിർത്തി പോകുന്നത് പോലെ ഒരു വലിയ ശബ്ദവും കാണും തേനീച്ചക്കൂട്ടം വരുമ്പോൾ. ഇതുപോലെ ദൈവത്തിന്റെ തോട്ടമായ ഏദനിൽ വസിക്കപ്പെട്ട ഇവൻ 1000 ദൂതന്മാരുടെ അകമ്പടിയോടുകൂടെ സംഗീതത്തിന്റെ കർണാനന്ദകരമായ ശബ്ദം പുറപ്പെടുവിച്ചായിരുന്നു യാത്ര ചെയ്തിരുന്നത്. ഈ ശബ്ദം സ്വർഗത്തെ സന്തോഷപൂർണമാക്കി. കെരൂബ് എന്ന പദത്തിന് സൗന്ദര്യപൂർണൻ, നിർദോഷൻ, ശിശുതുല്യൻ എന്നൊക്കെയാണ് അർത്ഥം. സൃഷ്ടിച്ച നാൾ മുതൽ അനുസരണക്കേടും നിഗളവും വരുന്നിടം വരെ ഇവൻ നടപ്പിൽ നിഷ്കളങ്കനായിരുന്നു. 15-ാമത്തെ വാക്യം. ആകയാൽ വിശുദ്ധന്മാരായ ദൈവമക്കൾ നടപ്പിൽ വിശുദ്ധരായിരിക്കണം, നീതികേട് കാണരുത്, നിഷ്കളങ്കരായിരിക്കണം. ദൈവം നമ്മെ ആക്കിയിരിക്കുന്ന സ്ഥലത്തിൽ വിശ്വസ്തയോടുകൂടെ നൽകിയിരിക്കുന്ന സ്ഥാനം വഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം. ഇതെന്താണ് പഠിപ്പിക്കുന്നത് ചോദിച്ചാൽ, ആദ്യ സൃഷ്ടിയായിരുന്ന ലൂസിഫർ അഹങ്കാരത്താൽ നശിച്ചുപോയെങ്കിൽ പത്രോസ് പറയുന്നത്, ദൈവത്തിന്റെ സൃഷ്ടിയാകുന്ന നമ്മൾ ദൈവത്തിന്റെ കൃപയാൽ നിലനിൽക്കുമ്പോൾ ദൈവത്താൽ ഉപയോഗിക്കപ്പെടും, അഹങ്കരിക്കരുത് എന്നാണ്. കർത്താവേ, നന്ദിയോടുകൂടെ സ്തോത്രം. കള്ളപ്രവാചന്മാരെ പോലെ ഞങ്ങൾ ആയിത്തീരാതിരിപ്പാൻ, ദൈവം തന്നിരിക്കുന്ന ശുശ്രൂഷകളുടെ മുൻപിൽ താഴ്മയോടുകൂടെ ജീവിപ്പാൻ കൃപ തന്ന് ഞങ്ങളെ നടത്തണം. അതിനുവേണ്ടി കേൾവിക്കാരായി ദൈവദാസീദാസന്മാരെയും തിരുസന്നിധിയിൽ താഴ്ത്തി സമർപ്പിച്ച് പുത്രന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കണമേ.